അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ പടത്തിൻ്റെ അതായത് ഫസ്റ്റ് പാർട്ട് ഭരതനാട്യം തിയേറ്ററിൽ അങ്ങനെ വലിയ ഹിറ്റാവാതെ പിന്നെ OTTയിൽ ഇറങ്ങിയതിന് ശേഷം നല്ല റെസ്പോൺസൊക്കെ വന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അത് ചെയ്യുന്നത്. സൈജു കുറുപ്പ് ആ സെയിം അതേ ആ പടത്തിൽ അതേ ക്യാരക്ടേഴ്സ് അവരുടെ തന്നെ ഒരു സോങ് ഇറങ്ങിയതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. സോങ്ങിനകത്ത് ഇവർ ആക്ച്വലി വീട് മാറുന്ന പോലത്തെ ഒരു സീൻ ആ സോങ്ങിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. അതായത് ഇതിനെന്തോ ഒരു മർഡർ മിസ്റ്ററി കോമഡി അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് ഫസ്റ്റ് ലുക്ക് ഇതിനൊന്നും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്പോൾ നമുക്ക് ആ ട്രെയിലർ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതിൽ ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റു തരത്തിൽ വീട്ടിൽ വന്ന് സാറ്റ് കളിക്കാൻ ഞാനും കൂടെ അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. കൊലപാതകവും ഇവിടെ ഇട്ടോ കൊലയാ ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവിടെ ചീത്ത എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഒരു സെറ്റ് കൊലയാളികൾ ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് അവരുടെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിന് ധ്യാനത്തിന് പോണത്. രണ്ടമ്മമാരിൽ ഒരേ ചായുള്ള രണ്ടോ അതെ അങ്ങനെ പറ്റുമോ എന്റെ ചെല ഇവനീ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു. അതൊക്കെ തുടക്കത്തിൽ തോന്നാം. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കരത്തില്ല. ഇതെല്ലാം പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ നീ വേണ കഴിവ് നോക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിളാണ് ഫാമിലി. ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടി ഫാമിലി അകത്ത് പോണ വല്ലതുമാണ് മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടി ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകത്തുണ്ടല്ലോ മുതലോ. നല്ല കിടിലൻ ട്രെയിലർ കട്ട് കേട്ടോ, നല്ല രസമുണ്ട്. കട്ട് മാത്രമല്ല #കില്ലർ ഡേ അതാണ് അതിൻ്റെ മെയിൻ സംഭവം. ബേസിക്കലി ഇത് കാണാൻ നമുക്ക് അറിയാം. ഒരു ഫാമിലി ഒരു മർഡർ കംപ്ലീറ്റ്ലി മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ആ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്. കാരണം അതിന് ഏറ്റവും എളുപ്പത്തിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻ്റാണ് ദൃശ്യത്തിൻ്റെ റെഫറൻസ് ആ കഥ. അതെ ആ സംഭവം പറയുന്നത് സർപ്രൈസ് ബേബിജീൻ്റെ സംഭവം. അതെ, ബേബിജീൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇത് ഭരതനാട്യത്തേക്കാൾ കുറച്ചുകൂടെ മോർ കോമഡിക് ആയിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നു. ആ ടോൺ കുറച്ച് ഭയങ്കര ഷിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത്. സുരാജിൻ്റെ കുറേ നാളായിട്ട് തമിഴിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ വീണ്ടും മലയാളത്തിൽ കുറച്ച് നാളായി നമ്മൾ സുരാജിനെ ഇങ്ങനെ കോമഡി ചെയ്ത് കണ്ടിട്ട്. കൂടുതലും പുള്ളി കുറച്ച് സീരിയസ് ആയിട്ടുള്ള അങ്ങനെയാണല്ലോ. ഇപ്പം ഇതിനകത്തത് കോമഡി വന്നു. ഇത് എനിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം ഈ ഹ്യൂമറിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ പടത്തിൽ ഇത് അവസാനിപ്പിക്കുന്ന മൊമെൻറ്റിൽ എങ്ങനെയായിരിക്കും, അതായത് ഭയങ്കര അത് ഫണ്ണായിട്ട് അവസാനിപ്പിക്കുമോ, അതോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനത്തെ മർഡർ മിസ്റ്ററി കോമഡി ഫിലിംസ് ഒരുപാട് കാണാം. അപ്പോൾ അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ആ ജോണർ തന്നെ ആയിരിക്കും. അത് ഒരു പോയിന്റിൽ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇമോഷണലായിട്ട് അങ്ങനെ പോകാതെ ഈ ടോണിൽ തന്നെ കൊണ്ടുപോയി പടം എൻഡ് ചെയ്യുന്നത് തോന്നില്ല അങ്ങനെ സീരിയസ് ആവും ഈ കാര്യമില്ല. പക്ഷേ ഭരതനാട്യത്തിനകത്തുണ്ടല്ലോ, ഭരതനാട്യം കുറേ കൂടെ അത് കുറേ കൂടി എനിക്കൊന്ന് കോമഡി അത്രയ്ക്ക് ഇതായിരുന്നില്ല. അതെ ഭരതനാട്യം കുറേ കൂടെ ഫീൽ ഗുഡ് അല്ലേ, ആ ഒരു ജോണറിലാണ് കുറച്ചുകൂടെ. അതിനകത്ത് ഹ്യൂമർ ലൈറ്റ് ഹ്യൂമറാണ്. ഇതിൽ കുറച്ചുകൂടെ ഇവരുടെ എല്ലാവരുടെയും മീറ്ററിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ കുറേ നല്ല രസകരമായ കുറേ സംഭവമുണ്ട്. സജീവ് ഗ്രൂപ്പിൻ്റെ 100 കോടിയായിരിക്കും. കാരണം ഈ പടത്തിൻ്റെ മൂഡ് വെച്ചിട്ട് ചിലപ്പോൾ വർക്കായി കഴിഞ്ഞാൽ ഭയങ്കര തിയേറ്ററിൽ. അതെ, ഇത് തിയേറ്ററിൽ നമുക്കിത് ഈ ടൈപ്പ് ഹ്യൂമർ അല്ലെ ഈ ഒരു സംഭവം വർക്കായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഓടാനുള്ള ചാൻസ് ഉണ്ട്. ട്രെയിലർ നല്ല രസം. ട്രെയിലർ കട്ട് അതിൻ്റെ എഡിറ്റിങ് ഭയങ്കര രസമുണ്ട്. അതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നപ്പോൾ ഈ ട്രെയിലറിനകത്ത് ഉപയോഗിച്ചിരുന്ന ഡയലോഗ്സ് ആയാലും ശരി എല്ലാത്തിനും ഒരു ഭയങ്കര ഫൺ നമുക്ക് പടം കാണാൻ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റേ പുള്ളിയുടെ സംഭവം ഉണ്ടല്ലോ വഴിപോക്കൻ. ഭരതനാട്ടിലാണ് പുള്ളി കുറച്ചുകൂടെ മെയിൻ ക്യാരക്ടർ ചെയ്തത്. മറ്റേ അളിയൻ്റെ ക്യാരക്ടർ ആയിരുന്നല്ലോ. ഇതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടർ മറ്റേ നന്ദു പൊതുവാൾ.
പ്രൊമോഷനല്ല കേട്ടോ, പ്രൊമോഷനല്ല. ഇവിടെ ഇങ്ങനെ ഇലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അപ്പോൾ ഭരതനാട്യം ഏപ്രിൽ 10 റിലീസാണ്. മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. കാരണം ഇത് എൻ്റെ ഫേവറേറ്റ് ജോണറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഉറപ്പായിട്ടും ഞാൻ ഈ പടം പോയി കാണും. അതുകൊണ്ടാണ് എനിക്ക് ട്രെയിലർ ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. ഈ ടൈപ്പ് പടങ്ങൾ നമുക്ക് മലയാളത്തിൽ ഭയങ്കര കുറവാണ്. ഈ മർഡർ മിസ്റ്ററി, അതൊരു ഫാമിലി ഒരു ക്രൈമിനകത്ത് ഇൻവോൾവ് ആവുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് തന്നെ ഒരു ജോണറാണ്, ഇൻട്രസ്റ്റിംഗ് ജോണറാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി മോഹിനിയാട്ടം 2 ഭരതനാട്യം 2 മോഹിനിയാട്ടം നമ്മൾ തിയേറ്ററിൽ തന്നെ കാണുന്നതായിരിക്കും. ഫസ്റ്റ് ഷോ കാണുന്നു, അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ല ഇതിൻ്റെയൊക്കെ ചെയ്യണം ഡിസ്കഷൻ. അതെ രസമാണ്, ഭയങ്കര രസകരമായി ആകുമെന്ന് തോന്നുന്നു.